എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് കുറച്ച് തേങ്ങ വേണം. ആദ്യം തേങ്ങ ഒന്ന് പൊളിക്കാം. തേങ്ങ മഴ കൊണ്ടിട്ട് കൈ കിടന്ന് വഴുക്കുക. ചകിരി ഭയങ്കര ഹാർഡാണ്. ഈ വളഞ്ഞ് വീണ തേങ്ങയാണ്, ഇടിപ്പിക്കൽ കുറവാണ്. ഒരു തേങ്ങയും കൂടി നമുക്ക് വേണം എടുത്തെടുക്കാം. വളഞ്ഞതായതുകൊണ്ട് കുറച്ച് ഹാർഡാണ് പൊളിക്കാനായിട്ട്. പച്ചത്തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊളിച്ച് കിട്ടും. ഒരു തേങ്ങയും കൂടി നോക്കട്ടെ. 2 തേങ്ങയായി. 2 തേങ്ങയുടെ ആവശ്യമില്ല, ഒരു അരമുറി തേങ്ങയുടെ ആവശ്യമുള്ളൂ. പൊളിച്ച് വയ്ക്കാം, ആവശ്യം വരും. അങ്ങനെ 2 എണ്ണം. അതാണ് കുറച്ച് ഫ്രഷ് കറിവേപ്പില, പിന്നെ കുറച്ച് ഉള്ളി, മുളക്, മല്ലി, ഇത്രയും സാധനം വേണം. നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളറാക്കണം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പത്തില് മുളക്, ഇളക്കി കൊടുക്കുക. ഞാൻ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി നന്നായിട്ട് മൂത്ത് വരണം, ബ്രൗൺ കളറാവണം. ബ്രൗൺ കളറായി വരുന്നുണ്ട്. കുറച്ച് ചീനിച്ചട്ടിയിലേ നമ്മൾ ആ ഉള്ളി ഒന്ന് വഴറ്റുക. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്ത് കടുകിടെ പൊട്ടട്ടെ. കറിവേപ്പില, നമുക്ക് ആ ചെറിയ ഉള്ളി കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴലണം. നമ്മൾ പുളിവെള്ളം നേരത്തെ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൽ ആ ചണ്ടിയൊക്കെ കണ്ട് എടുത്ത് മാറ്റിയിട്ട് ആ പുളിവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതവിടെ കൊന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് മിക്സിയിൽ നമ്മൾ വഴറ്റി വെച്ച തേങ്ങ ഇതെല്ലാം അരച്ച് ക്ലിയറാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ മസാല എടുത്ത് നമ്മൾ അതിലേക്ക് കൊണ്ട് ഒഴിക്കണം. ഇളക്കി കൊടുക്കുക. ഇനി അവിടെ കിടന്നിട്ട് വേവട്ടെ. ഒരു 5 മിനിറ്റ് വന്നാൽ മതി. അപ്പോഴേക്ക് അടിപൊളി വേവ് കിട്ടും. ആ ചെറിയ ഉള്ളിയുടെ
നീരൊക്കെ ഉണ്ട് ഇറങ്ങട്ടെ. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നന്നായിട്ട്.